അപ്പോൾ ദുബായ് മോളും ബുർജ് ഖലീഫയും പോയതിൻ്റെ രണ്ടാമത്തെ പാട്ടാണിത്. നമ്മൾ ദുബായ് മോളിനകത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ബുർജ് ഖലീഫയുടെ വ്യൂ കാണാനായിട്ട്. ഏറ്റവും വലിയ ബിൽഡിങ് ബുർജ് ഖലീഫ ആണെങ്കിലും അതിന് ചുറ്റുമുള്ള എല്ലാ ഫ്ലാറ്റുകളും അത്യധികം ഭംഗിയുള്ളതാണ്. നൈറ്റ് ലൈഫ് ആണെങ്കിൽ പറയും വേണ്ട ഗൈസ്. ബുർജ് ഖലീഫ മാത്രം കാണാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ മെട്രോ വഴി വരാതിരിക്കുക നല്ലത്. ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വരുള്ളൂ. ദുബായ് മോളിൻ്റെ ഉള്ളിലെ മെട്രോയിൽ വന്നിറങ്ങുകയാണെങ്കിൽ ദുബായ് മോളിൻ്റെ ഉള്ളിൽ മൊത്തം നടന്നിട്ട് വേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. എത്രയൊക്കെ നടന്നു വലഞ്ഞു വന്നാലും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ആവട്ടാ. ചുറ്റും ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ട് ഇത്രയും ജനങ്ങളും തിരക്കും തിക്കൊക്കെയായി അതിൻ്റെ ഒരു സ്ലോ മ്യൂസിക്കും പിന്നെ ബുർജ് ഖലീഫ മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചതും അവിടെ കാണുന്ന ലൈറ്റ് ഷോസൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ല റിലാക്സിങ് ഉണ്ടായിരിക്കും. ദുബായ് കാണാനെത്തുന്ന ഓരോ വിനോദസഞ്ചാരിയുടെയും ആദ്യത്തെ പ്രൈമറി സ്പോട്ടായിരിക്കും ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അതിന് കാരണം അതിൻ്റെ ഭംഗി മാത്രമല്ല, ദുബായിയുടെ ഹൃദയഭാഗത്താണ് ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ആൾക്കാരുടെ കഷ്ടപ്പാടും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് അത്രയും വലിയ ആകാശത്തെ ചുംബിച്ചുകൊണ്ട് ആ ബിൽഡിംഗ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മനോഹാരിത എത്ര കണ്ടാലും മതിയാവില്ല. മൊത്തം ഗ്ലാസിൻ്റെ നിർമ്മിതിയാണ് അതിലുള്ളത്. അതിലാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാവിലെ തിളങ്ങി നിൽക്കുന്നതും വൈകിട്ടാകുമ്പോൾ ലൈറ്റിൻ്റെ ഭംഗിയിലും അടിപൊളി വ്യൂ ആണ്. ഇമാർ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ ബിൽഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഇമാറിൻ്റെ മൊത്തം ബിൽഡിങ്സിൻ്റെ നടുക്കാണ് നമ്മുടെ ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ബുർജ് ഖലീഫയുടെ ഭംഗി മാത്രമല്ല, നല്ല ജലാശയത്താൽ ചുറ്റിയിട്ടാണ് കിടക്കുന്നത്. അതിൽ ദുബായ് ഫൗണ്ടെയിനും നടക്കുന്നുണ്ട്. എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴാണ് ദുബായ് ഫൗണ്ടെയിൻ ഉള്ളതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോയും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
ദുബായ് ഫൗണ്ടെയിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തിരക്ക് ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മളൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഏറ്റവും ആദ്യം നമ്മൾ വന്ന സമയത്ത് ഒരു വൈകുന്നേര സമയത്താണ് വന്നത്, രാത്രി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടായിരുന്നു അന്നത്തെ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ വന്നത്, ഏറ്റവും ആദ്യം ദുബായ് വിസിറ്റ് ചെയ്ത സമയത്ത് വന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടപ്പോൾ ആർക്കെങ്കിലും ആ ഷെഫിന് ഓർമ്മ വന്നോ? ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്ക്രീനിലേക്ക് തന്നെ ക്യാമറയ്ക്ക് തന്നെ നോക്കി കണ്ണുപോലും വെട്ടാതെ ഇമ്മ ചിമ്മാതെ കുക്ക് ചെയ്യുന്നൊരു ഷെഫ്, ആളുടെ മുഖം ഇപ്പം എല്ലാവരും മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ആളുടെ റിസോർട്ടാണത്, ആളുടെ റെസ്റ്റോറൻ്റ് ആണത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചു പോകുന്നത് മെട്രോയിലല്ല, ബസ്സിലാണ്. അതുകൊണ്ട് തന്നെ ബസ് കയറാനായിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ നോട്ടീസ് ചെയ്തത് കേട്ടോ. മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ ദുബായ് മോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഗ്ലാസ്സിലൂടെ കാണുന്ന ഒരു റോഡാണിത്. ഒരിക്കലെങ്കിലും അവിടെ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും മെട്രോയിൽ വന്നാൽ മെട്രോയിൽ പോകുന്നത് കാരണം ഇത്രയും കാലം ഈ ഒരു സ്ഥലം നമ്മൾ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബസ്സിൽ വരാൻ വിചാരിച്ചിട്ട് ഈ വഴി വന്നപ്പോഴാണ് ഈ റോഡ്, അയ്യോ എന്തൊരു ലക്ഷറി ആണെന്നറിയോ. അതിലൂടെ പോകുന്ന ഓരോ കാറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വൻ ലക്ഷറി, ദുബായുടെ ലക്ഷറി സൈഡാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഡൗൺ ടൗൺ ഏരിയ. ദുബായ് ഫൗണ്ടെയിനൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന വഴിയാണ് കേട്ടോ ഇത്. ആ സ്ക്രീനൊക്കെ കണ്ടില്ലേ, അവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ ലൈറ്റിൻ്റെ കളിയാണ്. നമ്മളൊരു പള്ളി പെരുന്നാളിനെ ലൈറ്റിട്ട വഴി കൂടെ നടക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു അവിടെ. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഒരു വിഷയമല്ല, കാരണം അത്രയധികം കാഴ്ചകൾ അവിടെ നിന്നിട്ട് തന്നെ നമുക്ക് കാണാനുണ്ട്. അത്രയും ലക്ഷറി വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. അടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളൂ. ബസ് കയറി നമ്മൾ വീട്ടിൽ പോന്നു. അപ്പോൾ ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടാവുമെന്ന് അറിയില്ല. മേക്കിംഗ് മെമ്മറീസ്.